അതെ, സനി ഇന്ന് താമസിച്ചു പോയതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെയാണ് എണീറ്റത്. സാധാരണ സനി നേരത്തെ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ കിടന്നിട്ട് പിന്നെ എണീക്കുന്നത് ഒരു 8 മണിയൊക്കെ ആകും. പിന്നെ എനിക്ക് ഇച്ചിരി സത്യസന്ധത കൂടുതലുള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ ചായയൊക്കെ ആയിട്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ എന്താണെന്നറിയില്ല, നേരത്തെ എണീറ്റുകൊണ്ടായിരിക്കാം ഇന്ന് രാവിലെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നും ഇരുന്നും ഒക്കെ ചായ കുടിച്ച് അങ്ങ് പ്രകൃതി രമണീയം ആസ്വദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വെള്ളം നനയ്ക്കാൻ അങ്ങോട്ട് ഇറങ്ങിയേ. ദേ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച പുതിനയാ നന്നായിട്ട് എനിക്ക് പിടിച്ചു കിട്ടി കേട്ടോ. പിന്നെ ദേ വെള്ളം ഒഴിച്ച് വന്നപ്പോഴേക്കും ദേ അവിടെ ഞാൻ ഒരു തൈ കണ്ടു. അത് മണത്ത് ഞാൻ സത്യത്തിൽ നോക്കുന്നത് അത് എന്തിൻ്റെ തൈയാണെന്നറിയാനാ. അത് മണത്ത് നോക്കിയപ്പോൾ പാവലിൻ്റെ ആയിരുന്നു. പാവലിൻ്റെ ആകുമ്പോൾ ആ പാവയ്ക്കയുടെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. അത് ഞാനെടുത്ത് കഴിഞ്ഞ ദിവസം പന്തലിട്ട പാവലിൻ്റെ കൂടെ അങ്ങെടുത്ത് ഞാൻ നട്ടു വെച്ചേ. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ പക്കാ നാട്ടിൻപുറമാണേ. ടൗൺ ഏരിയ പോലെ തിരക്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. സമാധാനം, സന്തോഷം, സുന്ദരം. അത് മതിയല്ലോ. സമാധാനമാണല്ലോ നമുക്ക് പ്രധാനം. മറ്റു ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ പട്ടിക്കാട് ഏരിയ. എന്നാലും സമാധാനം ഉണ്ടല്ലോ. അത് തന്നെ ധാരാളമല്ലേ. ദേ ഇന്ന് രാവിലെ നമുക്ക് നല്ല ചക്കപ്പുഴുക്കും മുളകിടിച്ചതും കടുമാങ്ങ അച്ചാറും മോര് കാച്ചിയതൊക്കെയാണേ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിക്കഴിച്ചൊരു പിടി പിടിച്ചു. അപ്പോൾ ഹാവ് എ നൈസ് ഡേ.